ഈ മാഷയുടെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ സൈക്കിൾ യജ്ഞക്കാരനെ കൊണ്ട് സിന്ധു ഭൈരവി പാടിക്കാനും ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വസന്തരാഗത്തിൽ പാടിക്കാനും കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ. അല്ല, എല്ലാരും നിങ്ങൾ ഈ പ്രമദവനം പോലെയുള്ള പാട്ടുകളുടെ പ്രത്യേകം എന്താ അറിയാമോ? ഈ ചില കല ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആ കല അറിയണം. കഥകളി ആസ്വദിക്കണമെങ്കിൽ കഥകളി എനിക്ക് അറിയണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷെ രവീന്ദ്രനാഥ് സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാട്ടറിയാത്തവൻ പഠിക്കുകയും പാടുകയും ചെയ്യും. അതൊരു എളുപ്പപ്പണിയല്ല. നമ്മൾ ഒട്ടും പാട്ടറിയാത്ത സംഗീത ബന്ധമില്ലാത്ത ചില ആളുകൾ ഏത് തൊഴിൽ മേഖലയിലുള്ള സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ള ആളുകളെ എടുത്താലും പ്രമദവനവും ഇങ്ങനെയുള്ള പാട്ടുകൾ അവർ കയറി പാടുകൾ. ആ കോംപ്ലിക്കേഷനിലും ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു വളരെ ക്ലിഷ്ടമായ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ആളുകൾക്ക് പാടാൻ പറ്റുന്ന ഒരു ഇമോഷൻ അതിനകത്ത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണ എടുത്തുകാരനെ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾക്ക് അഴിഞ്ഞാടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടിന്റെ അതിന്റെ തുടക്കത്തിലൊരു ഒരു ഒരു സ്വരങ്ങളങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ഒന്ന് പേടിപ്പിക്കും. അതെ, ഗമപനിസക അത് ഗമപനിസക റിഗരി 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 സരി നിസ പനി മപ ഗമപനിസക മമഗരി മഗരി സരി സനി ദ സനി ദ പനി ദ പമ ദ പമ ഗ പമഗരി മഗരി സഗമ ഗമ പമ പനി പനി സനി സഗ സഗമ ഗമ പ ഗമ രി സനി ദ പമ ഗരി മാരേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടില് ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ